मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी ये। करो सब्सक्राइब, कमेंट एंड लाइक। എത്രയായി? നിങ്ങൾ കഴിച്ചിരിക്കുന്നത് 3 പ്ലേറ്റാ. ഓക്കേ, ഒരു പ്ലേറ്റും കൂടെ ഇങ്ങ് താ. ആ ഹായ് മാഡം, മാഡത്തിന് പാനിപ്പൂരി വളരെ ഇഷ്ടാണ്. ഞാനിതാ നിങ്ങൾക്കായി കൊണ്ടുതരാം. മാഡം മാഡം ഇതൊന്ന് ചെക്ക് ചെയ്യൂ നീ. ആവശ്യമില്ല, നിങ്ങൾ വളരെ സുന്ദരിയാണല്ലോ. ഓ താങ്ക് യു. മാഡം 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 ആണെങ്കിൽ പോവുകയും ചെയ്തു. പാനിപ്പൂരി ആകെ നാശമായി. സാരമില്ല, ഞാൻ പിന്നീട് വാങ്ങിച്ചു കൊടുക്കാം. ഏതാ പടം? സ്മഗ്ലർ. ഇവരിതെന്തായി ചെയ്യുന്നേ? ഇവരൊക്കെ സ്മഗ്ലേഴ്സാ. കാശ് കൊടുത്തിട്ട് വൈരം ഇവരെ എക്സ്ചേഞ്ച് ചെയ്യാ. ഓ, അപ്പൊ മാഡം ഒരു സ്മഗ്ലർ ആണോ? ആ, മാഡം കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു സ്യൂട്ട് കേസും വാങ്ങിയിട്ട് ഒരു കിഴി ഒരാൾക്ക് കൊടുക്കുന്നത് ഞാൻ കണ്ടു. ഹണി, മേഡത്തെ കുറിച്ച് നീ തെറ്റായി സംസാരിക്കില്ലേ? ശരി, എന്നാ നീ പറഞ്ഞേ, മാഡം എന്തായിരിക്കും ചെയ്തതെന്ന്? അതെ, നമ്മൾ ഇതിനെ കുറിച്ച് കേട്ടിട്ടേ ഇല്ലല്ലോ. എന്ന് വെച്ചാ അവര് സ്മഗ്ലിംഗ് ചെയ്യാണെന്നാണോ അർത്ഥം? പറഞ്ഞേ. ഇടയ്ക്കിടയ്ക്ക് ഫോറിൻ ടൂറും പോവാറുണ്ട്. ലഗേജിനൊപ്പം എപ്പോഴും ഒരു ബ്രീഫ് കേസും ഉണ്ടാകും. പക്ഷെ തിരിച്ചു വരുമ്പോഴോ ആ ബ്രീഫ് കേസ് ഉണ്ടാവില്ല. ഒരുപക്ഷെ ആ ബ്രീഫ് കേസിലാണോ സ്മഗ്ലിംഗ് ചെയ്യുന്ന ഡയമണ്ട്സ് ഉണ്ടാവുന്നത്? എന്നാ അവരുടെ ഫ്രണ്ട് ഷക്കലും ക്രിമിനലായി തന്നെ ഇരിക്കണം. എനി ഡൗട്ട്? ഒന്ന് ആലോചിക്കേ, മാഡം ഫോറിനൊക്കെ ചെന്ന് ഡയമണ്ട് സ്മഗ്ലിംഗ് ചെയ്യാ. ഒരുപക്ഷെ ഫോറിനിലുള്ള സ്മഗ്ലേഴ്സിന്റെ മൂഡ് മോശമാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. വേഗം തരൂ. ഞങ്ങളുടെ നാട്ടിൽ വന്ന് ഞങ്ങളുടെ അടുത്ത് തന്നെ പൈസയോ? എടീ കൊച്ചേ, ഞങ്ങളുടെ അടുത്ത് പൈസ ചോദിക്കാൻ വലിയ വലിയ ഡോണുകൾ വരെ പേടിക്കും. അറിയോ നിനക്ക്? നിങ്ങളെ പോലുള്ള മണ്ടന്മാരുമായി ഡീലിങ്സ് വെച്ചില്ലേ, അതാ ഞാൻ ചെയ്ത തെറ്റ്. എടാ, അവളെ പിടിച്ച് ആ കൊക്കയിലെറിയ. ഒന്നും സംഭവിക്കില്ല. മാഡം എങ്ങനെയായാലും രക്ഷപ്പെടും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആ കൊക്കയിലെ വലിച്ചെറിയാണെങ്കിലോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തിവിടെ ചെയ്യണം? സ്മഗ്ലിംഗ് ചെയ്യുമ്പോൾ നമ്മൾ മാഡത്തിന്റെ കൂടെ ഇരിക്കണം. അപ്പോഴേ അവരെ നമുക്ക് രക്ഷിക്കാൻ പറ്റൂ. അല്ല, നമ്മൾ മാഡമോട് സംസാരിച്ച് മനസ്സിലാക്കി കൊടുക്കണം മാഡം ചെയ്യുന്നത് വലിയ തെറ്റാണെന്ന്. മാഡം ഇങ്ങനെയുള്ള തെറ്റുകളൊന്നും ചെയ്യില്ല. കണ്ണാടി വെച്ചവരൊക്കെ പണിക്കരുമല്ല, ബുക്ക് വെച്ചവരെല്ലാം പഠിച്ചവരുമല്ല. വരൂ, മേഡമുള്ള അടിക്ക് പോയി നമുക്ക് മനസ്സിലാക്കാം. അടിയല്ല, ഓഫീസ്. ആഹാ, വരൂ പോകാം. നമ്മൾ എന്തിനാ ഇങ്ങനെ വേഷം മാറി വന്നേക്കുന്നേ? കാരണം ഇവിടെ ഉള്ളവരെല്ലാം പഠിച്ചവരാടോ. കോർപ്പറേറ്റ്സാ ഇപ്പോഴൊക്കെ സ്മഗ്ലറായി മാറിയിരിക്കുന്നത്. ഹലോ മാഡം, ഏ? ഇനിയും ഒന്നും തെളിഞ്ഞിട്ടില്ല. ഹലോ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടത്? ഓഹോ, ഇത് നോക്കിയേ, ഞങ്ങൾക്ക് കുറച്ച് ഡയമണ്ട് വിൽക്കാനുണ്ട്. നിങ്ങൾ ആരാ? അതെ, ഞങ്ങളോ? എന്റെ കണ്ണാടി സ്റ്റൈലും എന്റെ ഇതൊക്കെ നോക്കൂ. ഇതുവരെ മനസ്സിലായില്ലേ? ഞങ്ങൾക്ക് ഡയമണ്ട്സ് സെല് ചെയ്യണം. ഒറ്റയ്ക്ക് പോകാൻ ബോറടിക്കും, അതുകൊണ്ട് എപ്പോഴും കൂടെ ഡാൻസർ ഉണ്ടാകും. ഹൊയ് ഹൊയ്. ആക്ച്വലി ഞാനിവിടെ പുതിയതാ. ഞാൻ സീനിയേഴ്സിന് അയക്കാം, നിങ്ങൾ ഇവിടെ ഇരിക്കൂ. കണ്ടോ, വജ്രം പേടിക്കുന്നുണ്ട്, അതും അറിയാത്തൊരു ഷേക്കിന്റെ അടുത്ത്. ഇതാണ് സ്മഗ്ലറുടെ ഒരു രീതി.
എന്താ ഹണി ബണി പപ്പൻ ജോർദാർ എന്ത് കോമാളി തരാ കാണിക്കുന്നേ? ഞാൻ ഹണിയല്ല, ഞാനൊരു ബെല്ലി ഡാൻസർ ആണ്. അത് പിന്നെ ഞങ്ങൾ എല്ലാരും ഫാൻസി ഡ്രസ് കോമ്പറ്റീഷന് പങ്കെടുക്കാൻ പോവാ. അതുകൊണ്ട് മാഡത്തിന് അനുഗ്രഹം വാങ്ങാൻ നിൽക്കാ. നല്ല കാര്യം ചെയ്യാൻ മൂത്തവരുടെ അനുഗ്രഹം വേണം. ഗോവ ജെല്ലി ചെയ്യാൻ ജാം എപ്പോഴും വേണം. ഈയിടെയായിട്ട് നിന്റെ സംസാരമൊക്കെ വളരെ മോശമാവുന്നുണ്ട്. അല്ല, മേഡം എവിടെ? ഡയമണ്ടിന്റെ ഡീലിംഗിലാണോ? ഏയ് ഇല്ലല്ലോ, ബോസിന്റെ കൂടെ ക്യാബിനിലായിരിക്കുന്നേ. ഓക്കെ, ഞങ്ങൾ ചെന്ന് അനുഗ്രഹം വാങ്ങിച്ചിട്ട് വരാം. ഹലോ മിസ് കാട്ട്കർ, നിങ്ങളില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഞാനിതാ ഇവിടെ ഉണ്ടല്ലോ ബോസ്. അപ്പൊ നിങ്ങൾ ഇതേപോലെ എല്ലാ ഡീൽസും തീർക്കുമല്ലോ അല്ലേ? തീർച്ചയായും ബോസ്. ഇത് വലിയ സ്മഗ്ലർ ആണല്ലോ. റോബർട്ട് ഓജി സിംഗ് ഇവിടെ വന്ന് ലാൻഡ് ആയി. ഈ വൈരം നീ അദ്ദേഹത്തിന്റെ അടുത്ത് എത്തിക്കണം. ഡീലൊക്കെ നിനക്ക് നല്ല ഓർമ്മയുണ്ടല്ലോ അല്ലേ? അതെനിക്കറിയാം ബോസ്. ഹോട്ടൽ ചീക്കടയിൽ റൂം നമ്പർ 420-ലുണ്ട്. ഓക്കേ. വേഗം വാ, അല്ലെങ്കിൽ മാഡം ഒരുപാട് ദൂരെ പോകും. മേഡം എപ്പോഴും കുറെ ദൂരം പോയി കഴിഞ്ഞു പനി. ഇല്ല ഇല്ല ഇല്ല, ഇതൊക്കെ കാണുന്നതിന് മുമ്പ് ഈ ഭൂമി എന്തുകൊണ്ട് പിളർന്നില്ല? ഞാൻ എന്തുകൊണ്ട് അകത്തോട്ട് പോയില്ല? ആരെങ്കിലും പറയൂ. ഇല്ല ഇല്ല ഇല്ല, മാഡം ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല. മാഡം, നിങ്ങൾ എന്താണ് ചെയ്തത്? ഇങ്ങനെ ചെയ്യുന്നു ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇത് നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിൽ കണ്ണുകൊണ്ട് കാണുമ്പോ നിങ്ങളുടെ ഹൃദയം പൊട്ടും. മാഡം, നിങ്ങൾ ഞങ്ങൾക്ക് ചെയ്തത് ഒട്ടും ശരിയായില്ല. ഞങ്ങൾ നിങ്ങളെ വജ്രമെന്ന് വിചാരിച്ച നിങ്ങൾ വജ്രത്തിന്റെ സ്മഗ്ലർ ആയിരിക്കുന്നു. ഞാൻ ഇപ്പൊ തന്നെ പാണ്ഡ്യയെ വിളിക്കാം. അതെ, മാഡം അവര് അറസ്റ്റ് ചെയ്യും. അവര് തെറ്റ് ചെയ്യുന്നു. അപ്പൊ തീർച്ചയായിട്ടും ശിക്ഷ ലഭിച്ചേ മതിയാകൂ. നമ്മൾ നമ്മുടെ മനസ്സ് കല്ലാക്കി ഇത് ചെയ്തേ പറ്റൂ സുഹൃത്തുക്കളെ. അപ്പൊ നീ പുറത്തു പോയിട്ട് ഫോൺ ചെയ്യ്. ഇവിടെ കല്ലൊന്നും ഇല്ല. ഞാൻ പുറത്തു പോയിട്ട് നിന്റെ മനസ്സിന്റെ മേലെ കല്ല് വെക്കാം, എന്നിട്ട് ഫോൺ ചെയ്യ്. മനസ്സിലായോ? എടാ, ഒന്ന് പെട്ടെന്ന് പോവോ? സോറി, ഞാൻ മുഴുവനായിട്ട് ക്യാരക്ടറായി മാറിപ്പോയി. വരൂ. നമ്മുടെ മുഴുവൻ ശക്തി ഉപയോഗിച്ചും കഥക് തുറന്നില്ലെങ്കിൽ അതിനപ്പുറം ഒരു വഴി മാത്രമേ ഉള്ളൂ. എന്ത്? മാസ്റ്റർ കീ. വിധി. ചാവി കയ്യിൽ വെച്ചുകൊണ്ട് എന്തിനാ വാതിലിൽ ചവിട്ടിക്കൊണ്ടിരുന്നേ? ഹണി ബണി സോർദാർ പോപ്പർ. നമ്മൾ എന്ത് ഗെറ്റപ്പ് ചേഞ്ച് ചെയ്താലും നമ്മൾ എല്ലാവരും പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കുന്നു. നിങ്ങൾ നാലുപേരും ഇവിടെ എന്താ ചെയ്യുന്നത്? ആരായവന്മാരൊക്കെ? ഞങ്ങൾ സമയം കവിഞ്ഞ മിന്നലുകൾ നിങ്ങൾ എല്ലാവരും പിടികൂടാൻ വന്നിരിക്കുകയാണ്. Any doubt? ഞങ്ങളുടെ മാഡമിനെ നിന്റെ റാക്കറ്റിലാക്കുമല്ലടാ. ബണ്ണി, മാഡം അതിന് വലയിലൊന്നും വീണില്ലല്ലോ. ബാഡ്മിന്റൺ കളിക്കല്ല, സ്മഗ്ലിംഗ് വലയിലാ വീണിരിക്കുന്നത്. എന്ത്? ഓ, എന്താ ഈ കാണിക്കുന്നത്? ഇത് നമ്മുടെ ക്ലയന്റാ. അല്ല, എന്താ ഇത്? ഇവിടെ എന്താ സംഭവിക്കുന്നേ? ഇയാളാണ് എല്ലാത്തിന്റെയും കാരണം. വേണ്ട വേണ്ട, മാറി നിക്ക്. ഇനി അവരെല്ലാവരും ഞാൻ നോക്കിക്കോളാം. ഒന്ന് നിർത്തൂ. ഇവിടെ എന്താ ഈ അത് സംഭവിക്കുന്നത്? ഞങ്ങളാണ് ചോദിക്കേണ്ടത് മാഡം. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? എന്തായാലും എല്ലാവർക്കും ലക്ഷ്യത്തിലേക്ക് എത്താൻ കുറച്ച് സമയമെടുക്കും, പക്ഷേ എത്തിയിരിക്കും. പക്ഷേ ഷോർട്ട് കട്ടിലാണെങ്കിൽ ജയിലിലേക്ക് പോകാൻ പറ്റൂ. അതുകൊണ്ട് ക്ഷമയോടെ ഇരുന്ന് അതിലേക്ക് എത്തണം. Any doubt? ഇവനെ വെറുതെ വിടരുത് ഇൻസ്പെക്ടർ പാണ്ട. ബ്രീഫ് കേസിൽ ഡയമണ്ട്സ് ഉണ്ട്. ഇന്നൊരു ബ്രീഫ് കേസിൽ ഒരുപാട് പണവും ഉണ്ട്. ഡയമണ്ട്സ് മേടിക്കണമെങ്കിൽ അതിന് പൈസയും ഞാൻ കൊടുക്കണ്ടേ അല്ലേ? അതിനാണ് സ്മഗ്ലിംഗ് എന്ന് പറയാ. ഞങ്ങൾക്കറിയാം നിങ്ങൾ വൈരം എടുത്തുകൊണ്ട് സിംഗപ്പൂരിലേക്ക് ഒളിച്ചോടാൻ പോവാണ്. ഞാൻ സിംഗപ്പൂരിലല്ലേ താമസിക്കുന്നത് തന്നെ. ഇവിടെ എന്തോ കൺഫ്യൂഷൻ സംഭവിച്ചിരിക്കുക. ഒരു കൺഫ്യൂഷൻ ഇല്ല മാഡം. ഇയാള് വലിയ രീതിയിൽ സ്മഗ്ലിംഗ് ചെയ്തോണ്ടിരിക്കുക. അവൻ നിങ്ങളെ കൂട്ടായിട്ട് പിടിക്കാണ്. സോറി മാഡം, സോറി. ഞങ്ങൾക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ നിങ്ങൾ ചെയ്ത തെറ്റിന് നിങ്ങൾ ഉറപ്പായിട്ടും ജയിൽ ശിക്ഷ അനുഭവിക്കണം. എങ്കിൽ പിന്നെ ശിക്ഷ നിങ്ങളും അനുഭവിക്കണം. നിങ്ങൾ ഈ ചെയ്ത വിഡിത്തരത്തിനല്ല. ഇദ്ദേഹം സ്മഗ്ലർ അല്ല, ഡയമണ്ട് മർച്ചന്റ് ആണ്. ഇൻസ്പെക്ടർ പാണ്ഡ, നിങ്ങൾ ഓഫീസിലേക്ക് വരൂ. ഡോക്യുമെന്റും ലൈസൻസും എല്ലാം കാണിക്കാം. ഞങ്ങളുടെ സമയം വെറുതെ വേസ്റ്റ് ആക്കുന്നോ?
പോയേ ഇവിടുന്ന്. കണ്ടില്ലേ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ മാഡം സ്മഗ്ലിംഗ് ഒന്നും ചെയ്യില്ലെന്ന്. ഓഹോ, ഞാൻ സ്മഗ്ലിംഗ് ചെയ്യുന്നു നിങ്ങളോട് ആരാ പറഞ്ഞത്? ഇത് എന്റെ തെറ്റല്ല. ഇവരാണ് പണം കണ്ടിട്ട് പറഞ്ഞത് ഇങ്ങനെ പെട്ടി കൈമാറ്റം ചെയ്ത അതിന്റെ പേര് സ്മഗ്ലിംഗ് ആണെന്ന്. നിങ്ങൾ ആരും ഇല്ലാത്തൊരു സ്ഥലത്ത് പോയിട്ട് സ്യൂട്ട് കേസ് മാറ്റി കാശ് കൊടുത്തില്ലായിരുന്നോ? ഓ, അദ്ദേഹം ഒരു ബിൽഡർ ആയിരുന്നു. ആ സൈറ്റിൽ പോയി ഞാൻ കൊടുത്തതാ. നിങ്ങളുടെ ഡ്രസ്സും ലയണിന്റെ മോമ ഡാർലിങ്ങിനെ പോലെ അല്ലായിരുന്നോ ഇട്ടത്? ഓ, ഇതോ? ഞാൻ ഈവനിങ് ഓഫീസ് കഴിഞ്ഞ് കോളേജിന്റെ റീയൂണിയൻ ഫംഗ്ഷന് വേണ്ടി പോവാ. അതുകൊണ്ടാ കോളേജിൽ പോകുന്ന ഡ്രസ് ഇട്ടത്. മേഡം, ഞാൻ ബണ്ണിയല്ല. ഇത്രയൊക്കെ മനസ്സിലാക്കാൻ പാകത്തിന് എന്റെ ബുദ്ധി ഇപ്പൊ വളർന്നിട്ടുണ്ട്. സോറി മാഡം. ഇറ്റ്സ് ഓക്കെ, ഞാൻ നിങ്ങളോട് ക്ഷമിച്ചു കഴിഞ്ഞു. ഏയ്.